കെപിസിസി ഭാരവാഹികളുടെ സ്ഥാനാരോഹണത്തിൽ പങ്കെടുക്കാതിരുന്നത് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവത്തിന്റെ തിരക്കുള്ളതുകൊണ്ടെന്ന് കെപിസിസി വക്താവ് സന്ദീപ് വാര്യർ. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇന്ന് ചുമതലയേറ്റെടുത്ത ബഹുമാനപ്പെട്ട കെപിസിസി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് അവിടെ പോകാത്ത. കാരണം ഞങ്ങളുടെ മുന്നിൽ വലിയൊരു ദൗത്യം ഇവിടെ ഉള്ളത് കൊണ്ട് ഇന്ന് അവിടെ പോകാനുള്ളൊരു അസൗകര്യം, കാരണം 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇത്ര വലിയൊരു ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് പോകാത്തത്. മറ്റൊരർത്ഥവും അതിന് കൊടുക്കേണ്ടതില്ല. ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളത് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് പങ്കെടുക്കുന്ന വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ 2 ദിവസം ഞങ്ങളൊന്ന് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ അദ്ദേഹത്തിനോട് സംസാരിച്ച് ഇങ്ങനൊരു അസൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മാതൃസംഘടനയിലേക്ക് പോകുമെന്ന പ്രചരണം വ്യാജം. പുതിയ കെപിസിസി നേതൃത്വം എതിരാളികളിൽ ഭയപ്പാടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരമായി സന്ദീപ് വാര്യർ പറഞ്ഞു. കെപിസിസി സ്ഥാനാരോഹണ ചടങ്ങിൽ കാണാതായതിൽ അന്വേഷിക്കുന്ന മാതൃസംഘടനാ പ്രവർത്തകരോട് സ്നേഹമുണ്ട്. കെപിസിസി നേതൃത്വത്തെ അറിയിച്ച് അനുമതി വാങ്ങിയതിനു ശേഷമാണ് ശ്രീകൃഷ്ണപുരം സാഹിത്യോത്സവ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ബഹുമാനപ്പെട്ട കെപിസിസി പ്രസിഡന്റ് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹത്തെ അഭിനന്ദിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ നേരിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചുമതല ഏറ്റെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ചിട്ടുണ്ട്. നേരിൽ അവരോട് എല്ലാവരോടും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. എന്തായാലും എന്റെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കുന്ന പഴയ മിത്രങ്ങളോട് നന്ദിയുണ്ട്. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടിയെ ചലിപ്പിക്കാനും ശേഷിയുള്ള പുതിയ കെപിസിസി നേതൃത്വം അണികളിൽ ആവേശമാണ്. കോൺഗ്രസ് വിടുമെന്ന തരത്തിൽ തന്നെക്കുറിച്ച് വരുന്ന പ്രചരണങ്ങൾ വ്യാജമാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള നല്ല ഒരു ടീമിനെയാണ് കെപിസിസിക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശഭരിതരാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകർ ആവേശഭരിതരാണ്. ഈ ഒരു നേതൃത്വം പ്രത്യേകിച്ച് വളരെ യങ് ആയിട്ടുള്ള, എന്നാൽ വളരെ ഇലക്ഷൻ മാനേജ്മെന്റ് സ്കില്ലുള്ള, ജനകീയരായിട്ടുള്ള ഒരു നല്ല നേതൃത്വത്തെ തന്നെയാണ് AICC നിയോഗിച്ചിട്ടുള്ളത്. അതിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്ക് എല്ലാവരും വളരെ ആവേശഭരിതരാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എതിരാളികൾ വലിയ ആശങ്കയിലാണ്. CPM-ഉം BJP-യും വലിയ ആശങ്കയിലാണ്. അപ്പം അവർ പ്രതീക്ഷിച്ച പലതും ഉണ്ടായില്ല എന്നുള്ള ആശങ്കയായിരിക്കാം. എന്തായാലും കോൺഗ്രസിന്റെ ഈ ഒരു പുതിയ ലീഡർഷിപ്പ് വലിയ പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പിണറായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ദൗത്യം അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഈ നേതൃത്വത്തിന് കഴിയും. കെപിസിസി സെക്രട്ടറി P. ഹരിഗോവിന്ദനും സന്ദീപ് വാര്യർക്കൊപ്പമുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.